ധർമ്മസ്ഥലയിലെ തിരച്ചിൽ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഈ മുൻ ശുചീകരണ തൊഴിലാളി അല്ലെങ്കിൽ ഈ സാക്ഷി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഒരു കന്നഡ മാധ്യമത്തിനാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ അദ്ദേഹം നൽകിയത്. അതിൽ കൃത്യമായി പറയുന്നത് മലയാളി പെൺകുട്ടികളുടെ മൃതദേഹങ്ങളടക്കം ഇത്തരത്തിൽ കുഴിച്ചിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നേരത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ തന്നെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് 6-ാമത്തെയും 13-ാമത്തെയും പോയിന്റിൽ നിന്നും മാത്രം ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥികളോ മറ്റ് വസ്തുക്കളോ ഒക്കെ തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഏത് തരത്തിലുള്ള തിരച്ചിൽ വേണമെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് കൂടി ഒരുപക്ഷെ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തലായി മാറിയേക്കാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതായുണ്ട്. ധർമ്മസ്ഥല എന്നത് വടക്കൻ കേരളത്തിൽ നിന്ന് നിരവധിയായി തീർത്ഥാടകരെത്തുന്ന ഒരു ദേവസ്ഥാനമാണ്, ഒരു ആരാധനാ കേന്ദ്രമാണ്. അപ്പോൾ ഒരുപക്ഷെ മലയാളി പെൺകുട്ടികളും ഈ ഒരു വലയിൽ ഒരു ഈ കുഴിയിൽ പെട്ടുപോയിട്ടുണ്ടാകാമെന്നുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുറിച്ചിട്ട പ്രദേശത്തേക്ക് എത്തിയ സമയത്ത് അത് പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു എന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നീട് 2018-ലും 2019-ലും അവിടെ പ്രളയം വന്നതിന് ശേഷം വലിയ തോതിൽ പുഴയിൽ നിന്ന് മണ്ണ് കൂടി അവിടെ വലിയ ഉയർന്ന പ്രദേശമായി മാറുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ഥലം ആ ഒരു ഭൂപ്രകൃതി പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് പോലും ഒരു വിരസത അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കോളൂ, കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിന് വലിയ തോതിൽ സ്വാധീനിക്കപ്പെടാവുന്ന തെളിവുകൾ ഈ കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ പുഴക്കരയിൽ നിന്നൊക്കെ തന്നെ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഈ സാക്ഷി വെച്ച് പുലർത്തുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വലിയ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിനെ തുടർന്ന് തന്നെ ആ രീതിയിലേക്കൊക്കെ തന്നെ അന്വേഷണം വഴിതിരിച്ചു പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതായുണ്ട്. ഷാജു ചന്ദ്രപ്പേരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.